ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റോക്കിൻ്റെ റെക്കമെൻഡേഷൻസ് മീൻസ് നിങ്ങൾക്ക് വേണ്ട സ്റ്റോക്കുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിലത്തെ ലെവൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഒരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഞാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഇന്ന് നമുക്ക് 6 ട്രേഡ് ഉണ്ടായിരുന്നു. അതിൽ 3 ട്രേഡ് എസ്എല്ലും 3 ട്രേഡ് ഒരു മാന്യമായിട്ടുള്ള പ്രോഫിറ്റും കിട്ടിയിട്ടുള്ള ട്രേഡുകളാണ്. ഈ യൂട്യൂബ് ചാനലിൻ്റെ ലക്ഷ്യം തന്നെ പ്രോഫിറ്റബിൾ ട്രേഡേഴ്സിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഞാൻ ടെലിഗ്രാം ചാനൽ നടത്തുന്നുണ്ട്. മാക്സിമം അത് പോയിട്ട് നോക്കുക, പിന്നെ അതിൽ ജോയിൻ ചെയ്യുക. ഫ്രീ ട്രേഡുകളാണ് അതിൽ കൊടുക്കുന്നത്. ഒന്നിനും പേയ്മെൻ്റ് ഇല്ല, എല്ലാം ഫ്രീ ആണ്. ഫ്രീ ആണെന്ന് വെച്ചാൽ ക്വാളിറ്റി കുറവല്ല, എല്ലാം നല്ല ഹൈ ക്വാളിറ്റി ട്രേഡുകളാണ് എല്ലാതും കിട്ടുന്നത്. അതിൽ ഈ ചാനൽ കൊണ്ട് പ്രോപ്പർലി നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം പ്രോഫിറ്റബിൾ ട്രേഡേഴ്സിനെ ബിൽഡ് ചെയ്യുക. അതിപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്, വേറെ ഒന്നല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ലോസ് വന്ന് നിൽക്കണ ട്രേഡേഴ്സ് ഉണ്ട്. അപ്പം മാക്സിമം എല്ലാവരുടെയും പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരാമെന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് ഞാനിത് ചെയ്യണത്. അപ്പോൾ എല്ലാവരും നമ്മൾ പ്രോഫിറ്റബിൾ ആക്കണം. നമ്മൾ എടുക്കുന്ന ടൈമിൽ തന്നെ കണ്ടീഷൻ അറിയണം, എല്ലാവർക്കും എന്താണ് അവിടെ നടക്കണതെന്ന് മനസ്സിലാവണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ട്രേഡിലേക്ക് പോകാം. 4 സ്ട്രൈക്ക് ഉണ്ടായിരുന്നു. നിഫ്റ്റിയിൽ 24,600 CB, ബാങ്ക് നിഫ്റ്റിയിൽ 53,400 CB. ഈ 4 സ്ട്രൈക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതൊക്കെ ഞാൻ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തേക്കണത് എല്ലാം നേരത്തെയാണ്. ഞാനിപ്പോൾ എല്ലാ ദിവസവും കാണിക്കണതാണ്. നമ്മളിപ്പോൾ അതിലേക്ക് പോകണില്ലേ. നമുക്ക് ടെലിഗ്രാം നോക്കി കഴിഞ്ഞാൽ അതൊക്കെ മനസ്സിലാവും. നമ്മൾ നേരിട്ട് സ്ട്രൈക്കിലേക്കാണ് പോണത്. സ്ട്രൈക്കിൽ ഇത് ഡയറക്റ്റ് എസ്എൽ വന്ന സ്ട്രൈക്കാണ്. 24,600 C. അത് നമ്മുടെ 85 രൂപയുടെ മുകളിലേക്ക് വന്നപ്പോൾ അതിന് സെൽ റിസർവേഷൻ കിട്ടി, അവിടെ നിന്ന് മേടിച്ചു. അതപ്പോൾ തന്നെ എസ്എല്ലിലേക്ക് വരെ ചെയ്ത്, അങ്ങനെ ഡയറക്റ്റ് എസ്എൽ 10 പോയിൻ്റ് അവിടെ പോയി. ഇതൊക്കെ ഞാൻ നേരത്തെ മുൻകൂട്ടി കൊടുത്ത ട്രേഡുകളാണ്. ഒരു 8:30 ആയപ്പോൾ കൊടുത്ത ട്രേഡാണ് ഇതൊക്കെ. പക്ഷേ അവിടെ നമുക്ക് സെല്ലേഴ്സ് റിജക്ഷൻ വന്നിട്ടും സെല്ലേഴ്സ് അവിടെ ഡോമിനേറ്റ് ചെയ്തു. ബയേഴ്സിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ എസ്എൽ പോയി. അതേ ഉള്ളൂ. പർട്ടിക്കുലർ ലെവലൊക്കെയാണ് അത്. ഇനി അടുത്ത സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,600 P ആണ്. ഇത് ഏതാണ്ട് നമ്മുടെ വേറെ ഒരു ഉച്ചയ്ക്ക് കൊടുത്ത ലെവൽസാണ്. പക്ഷേ എല്ലാവരും വാച്ച് ചെയ്യാൻ പറഞ്ഞായിരുന്നു. എത്ര പേര് എടുത്തൊന്നും അറിയില്ല. പക്ഷേ ഇത് 1:1 അച്ചീവ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. 16 പോയിൻറ്റിൻ്റെ ടാർഗറ്റിൽ കിട്ടിയിട്ടുണ്ട്. 16 പോയിൻറ്റ് വലിയ കാര്യമായിട്ടല്ല പറയണത്. 50 പോയിൻ്റാണ് ടോട്ടൽ ടാർഗറ്റിൽ. 16 പോയിൻറ്റ് കിട്ടിയിട്ടുണ്ടായാൽ 1:1 അച്ചീവാണ്. 24,600 P. അടുത്ത് ഞാൻ പറയണത് ബാങ്ക് നിഫ്റ്റി സ്ട്രൈക്കുകളാണ്. 53,400 C. 53,400 Cയിൽ നമുക്ക് 2 വട്ടം ട്രേഡ് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ വട്ടം ട്രേഡ് വന്നിട്ട് നമുക്ക് 35 പോയിൻ്റാണ് ക്യാച്ച് ചെയ്യാൻ പറ്റിയത്. എൻട്രികളൊക്കെ നമുക്ക് സെല്ലേഴ്സ് റിസർവേഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ എൻട്രിയാണ്. അതെന്നാണ് 35 പോയിൻ്റ് ക്യാച്ച് ചെയ്യാൻ. അത് 1:1 അവിടെ ആക്റ്റീവ് ആയിരിക്കുന്നത്. പിന്നെ ഇതേ സെയിം സ്ട്രൈക്ക് വേറൊരു പ്രൈസിലും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. 676 രൂപയിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ സെല്ലേഴ്സ് റിസർവേഷൻ കണ്ടു, ട്രേഡ് എടുത്തു. അത് നമുക്കൊരു 13 പോയിൻ്റാണ് ക്യാച്ച് ചെയ്യാൻ പറ്റിയത്. പക്ഷേ അത് ഞാൻ 1:1 പോലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. നമുക്കത് എസ്എൽ തന്നെ കൂട്ടാം. പിന്നെ ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു 53,400 PEയിലാണ്. അവിടെയും നമുക്ക് 2 ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കൊടുത്ത ലെവലുകളൊക്കെയും നേരത്തെയാണ്. ഒരു 8:30-9 ടൈമിലൊക്കെയാണ് കൊടുത്തതാണത്. നമുക്ക് ആക്ടിവേറ്റ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 9:51 ആക്ടിവേറ്റ് ആയിരിക്കണത്. അപ്പോൾ ഈ ട്രേഡ് നമുക്ക് ഫസ്റ്റ് ട്രേഡ് 53,400 Pയിൽ ഫസ്റ്റ് ട്രേഡ് 15 പോയിൻ്റ് നമുക്ക് കണ്ടിട്ടുണ്ട്. അതും 1:1 ഒന്നും വന്നിട്ടില്ല. 15 പോയിൻ്റൊക്കെ നമുക്ക് ടാർഗറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1:1 ഒന്നുമല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അതിനെ പ്രതിപാദിക്കണില്ല. അത് എസ്എല്ലിലേക്ക് തന്നെയാണ് ഇടുന്നത്. പിന്നെ നമുക്ക് അതേ പ്രൈസിൽ തന്നെ 513 രൂപയിൽ പിന്നെയും പ്രൈസ് തിരിച്ചു വന്നപ്പോൾ അവിടെ പിന്നെയും എൻട്രി ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടായിരുന്നു. അതിൽ നമുക്കൊരു 90 പോയിൻ്റിൻ്റെ ടാർഗറ്റ് വന്നിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസിയാണ് കാര്യങ്ങൾ. ഞാനിതൊക്കെ എങ്ങനെയാണ് പ്രൈസിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കേണ്ടതെന്നൊക്കെ ഞാൻ പ്രീവിയസ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എസ്എൽ ഇടണ കേസും പ്രോഫിറ്റ് എടുക്കണ കാര്യം മാത്രമാണ് പറയാനുള്ളൂ. എസ്എൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് പറയാറ്. എസ്എൽ US എന്നാണ് ഞാൻ എപ്പോഴും ടെലിഗ്രാമിൽ ഇടാറ്. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എസ്എൽ ഉണ്ടാവും. ഞാൻ എൻ്റെ എസ്എൽ പറയുകയാണെങ്കിൽ നിഫ്റ്റിയിൽ 10 പോയിൻറ്റ്, ബാങ്ക് നിഫ്റ്റിയിൽ 20-30 പോയിൻറ്റ്. 20 പോയിൻറ്റ് പ്രോപ്പർ എസ്എൽ, ബാക്കി 10 പോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്
ബഫർ പ്രൈസാണ്. അടിയിലേക്ക് കുറച്ചുകൂടി വന്നതിന് ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുത്തിട്ട് ക്യാൻഡിൽസിന് കയറി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസാണ് ആ 10 പോയിൻറ്റ്. അപ്പോൾ ബാങ്കിട്ട് 20-30 പോയിൻറ്റ്, നിഫ്റ്റിയിൽ 10 പോയിൻറ്റ്. നിങ്ങൾ അങ്ങനെ എസ്സിലിട്ട് പഠിക്കുക. അതായത് പിന്നെ പ്രോഫിറ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 10-20 ട്രേഡ്, പുതിയ ട്രേഡേഴ്സിൻ്റെ കാര്യം, പഴയ ട്രേഡേഴ്സ് ആണെങ്കിലും പുതിയ ട്രേഡേഴ്സ് ആണെങ്കിലും സക്സസ്ഫുൾ അല്ലാത്തതുകൊണ്ടാവില്ല എൻ്റെ കയ്യിൽ പോകുന്നുണ്ടാവുക ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-20 ട്രേഡ് 1:1 മാത്രം ടാർഗറ്റ് പിടിച്ച് പഠിക്കുക. മനസ്സിലായോ? അതായത് ആ ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാനാണ് പറയുന്നത്. 1:1, അതായത് നിഫ്റ്റിയിൽ 10 പോയിൻ്റ് ആണെങ്കിൽ 10 പോയിൻ്റ് ടാർഗറ്റ് പിടിക്കുക, ബാങ്കിൽ 20-30 പോയിൻ്റ് ആണെങ്കിൽ 20-30 പോയിൻ്റ് ബാങ്കിൽ ടാർഗറ്റ് പിടിക്കുക. അങ്ങനെ ഒരു 10-20 ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈൻഡ് സെറ്റായിട്ട് ലോട്ട് കൂട്ടിയിട്ട് പിന്നെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ലോട്ട് കൂട്ടിയിട്ട് 1:2 ഇരിക്കാം. അതായത് ബാങ്കിൽ 40 പോയിൻ്റ് അല്ലെങ്കിൽ 60 പോയിൻ്റ്, നിഫ്റ്റിയിൽ നമുക്കൊരു 20 പോയിൻ്റ് വരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് കൺട്രോൾ നമുക്ക് കിട്ടും അവിടെ. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ചാലേ അത് കിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം അതൊക്കെ നന്നായിട്ട് പഠിക്കുക. പിന്നെ നമ്മുടെ ഈ പ്രൈസ് പറഞ്ഞ ലെവൽസ് എങ്ങനെയാണ് ഇവിടെ ആക്ട് ചെയ്യണത്, പിന്നെ തിരിച്ചു വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാ വീഡിയോസിലും ഒരേ കാര്യം പറഞ്ഞ് വെറുപ്പിക്കണില്ല. ട്രേഡിംഗ് ഒന്നും അത്ര ഈസി ടാസ്ക് ആയിട്ടുള്ള കാര്യങ്ങളല്ല. നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക, ട്രേഡിംഗ് ഒന്നും ഈസി അല്ല. നമ്മൾ പറഞ്ഞ രീതിയിലുള്ള ലേണിംഗ് ഉണ്ടെങ്കിലേ ഉള്ളൂ. ഞാൻ അത്രയും സുതാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ പറഞ്ഞത് എല്ലാ ട്രേഡിങ് സെറ്റപ്പുകളും ഞാൻ പറഞ്ഞു തരുന്നില്ല. നമ്മൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡേഴ്സിനെ എങ്ങനെ ബിൽഡ് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇതിൽ ട്രേഡിങ്ങിൽ കുറേ ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെല്ലാം പഠിച്ചിട്ട് തലയിൽ കയറ്റി വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് പ്രോഫിറ്റബിൾ ആവുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. എൻ്റെ അടുത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് മാത്രം വരുന്നല്ല കേട്ടോ എൻ്റെ അർത്ഥം. എന്നപ്പോൾ നിങ്ങൾക്ക് കാണാം 3 എസ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 3 എസ്സിൽ വന്നിട്ടും ഞാൻ പ്രോഫിറ്റബിൾ ആണ് എന്ന് പറയുകയാണെങ്കിൽ അത് അങ്ങനെയാണ് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലത്തെ. പിന്നത്തെ കാര്യം, ബിറ്റ് കോയിനിൽ ഞാൻ ഡിസംബർ 7-ന് 1,02,200 ഞാൻ ബിറ്റ് കോയിൻ പിയും സിയും മേടിച്ചിട്ടോളാൻ പറഞ്ഞായിരുന്നു. അത് ഡിസംബർ 10 ആകുമ്പോൾ 94,200 രൂപയുടെ മൂവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് 6,000 USD മൂവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പിയും സിയും ഹോൾഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡെൽറ്റ എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് വേണം. ഡെൽറ്റ എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് വേണ്ടവർക്ക് അടിയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മാക്സിമം ആ ലിങ്ക് നോക്കിയിട്ട് എല്ലാവരും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ട്രേഡ് ചെയ്യൽ ഓപ്ഷൻസ് പോലെ തന്നെയാണ് കാര്യങ്ങൾ. നമുക്ക് ഹോൾഡ് ചെയ്യാം. നല്ല മാർക്കറ്റാണ്, അടിപൊളി ട്രില്യൺസ് ഒഴുകണ മാർക്കറ്റാണ്. നമുക്ക് ഈസി ആയിട്ട് ഹോൾഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു 500 USD ടു 1000 USDT മാക്സിമം നിങ്ങൾ ചാനലിൽ ഞാൻ കൊടുക്കുന്ന ട്രേഡുകൾ മാക്സിമം എടുക്കുക. എന്നാലുള്ളൂ നിങ്ങൾക്ക് അടിപൊളി പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്ന കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ട്രേഡ് ചെയ്യിക്കുകയാണ്. വെറുതെ ഞാൻ തന്നെ പ്രൈസിൽ ബൈ ചെയ്യിക്കല്ല ചെയ്യണത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രൈസുകളൊക്കെയും കറക്റ്റായിട്ട് ട്രേഡിംഗ് വ്യൂ ആപ്പിൽ പോയിട്ട് വരച്ചിടുക. എന്നിട്ട് ഇങ്ങനത്തെ ഓരോ കണ്ടീഷൻ വരുമ്പോൾ നിങ്ങൾ തന്നെ ട്രേഡ് എടുക്കുക. നിങ്ങളെ കൊണ്ട് ട്രേഡർ ആക്കിക്കണ ഒരു മെത്തേഡാണ് ഞാൻ പറയണത്. വെറുതെ ട്രെൻഡ് ലൈന് വരച്ചിരിക്കണ കാര്യമില്ലാട്ടോ ഉദ്ദേശിക്കുന്നത്. ട്രെൻഡ് ലൈനൊന്നും ഇവിടെ ഞാൻ ട്രെൻഡ് ലൈനെ നോക്കാറില്ല. വെറും സപ്പോർട്ട് റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ എൻ്റെ ഉള്ളത്തെ പരിപാടി. അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെയാണ് ഞാൻ ചാർട്ട് റീഡ് ചെയ്യണ ഒരു ടെക്നിക്കുണ്ട്. ആ ടെക്നിക്കിലേക്ക് നിങ്ങൾ എത്തിയാലേ ഉള്ളൂ നിങ്ങൾക്ക് അടിപൊളി ട്രേഡർ ആകാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ഓരോരോ ടെക്നിക്കുകൾ ബിൽഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഉദ്ദേശിക്കുന്ന ടെക്നിക്ക് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ട്രേഡിംഗ് ഒക്കെ അത്രയും താല്പര്യമുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവരാണ്. ചാർട്ട് റീഡ് ചെയ്യാൻ താല്പര്യമുണ്ട്, ട്രേഡിംഗ് വ്യൂ നോക്കിയിട്ട് ട്രേഡ് എടുക്കാൻ താല്പര്യമുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ഫ്രീ ആണ്. നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് എടുത്തിട്ട് പ്രോഫിറ്റബിൾ ആകാൻ പറ്റും. ബേസിക്കലി ഇപ്പോൾ എനിക്കിപ്പോഴും ഉറപ്പിച്ച് പറയാൻ പറ്റും, നമ്മളിപ്പോൾ ഈ ആഴ്ചയാണെങ്കിലും നമ്മൾ പ്രോഫിറ്റിലാണ്. മനസ്സിലായില്ലേ? കഴിഞ്ഞ ആഴ്ച ആകുമ്പോൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഇഷ്ടംപോലെ പോയിൻറ്റ്സിൻ്റെ പ്രോഫിറ്റ് ഉണ്ട്. പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാനില്ല, അത്യാവശ്യം നല്ലൊരു ട്രെൻഡിങ് ടൈമായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അതിനും അത്രയും മാത്രമുള്ള പ്രോഫിറ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ നോക്കി മനസ്സിലാവും. കഴിഞ്ഞ ആഴ്ച എന്തായാലും പ്രോഫിറ്റാണ് ഉണ്ടാക്കിയത് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഈ ആഴ്ച ആണെങ്കിലും പ്രോഫിറ്റിൽ തന്നെയാണ്. നമുക്ക് ഇത്തിരി ഡിഫിക്കൽട്ടായ ദിവസമായിരുന്നു ഇന്നത്തെ. അതായത് ഞാനിപ്പോൾ ഈ ചാനൽ തുടങ്ങിയിട്ട് 3 ആഴ്ചയായി. ടെലിഗ്രാം തുടങ്ങിയിട്ടും 3 ആഴ്ചയായി. അപ്പോൾ ഇത്രയും 3 ആഴ്ചയിൽ വെച്ചിട്ട് ഏറ്റവും ഡിഫിക്കൽട്ട് ദിവസമായിരുന്നു ഇന്നത്തെ. അതായത് ഇത്രയും ദിവസത്തിൽ വന്ന ദിവസമാണെങ്കിലും നമ്മൾ
മാനേജ് ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് തന്നെ. ഇപ്പോൾ ഒരു ദിവസം SL ക്ലോസ് ചെയ്തുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇന്ന് 6 ട്രേഡ് ഉണ്ടായിരുന്നു, 3 SL അടിച്ചു. അപ്പോൾ ഞാനും ഡൗൺ ആണ്. ടോട്ടൽ നമ്മളൊപ്പം ചെയ്യണവരും ചിലപ്പോൾ ഡൗൺ ആവാം. അവർക്ക് ഡൗൺ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ. നമുക്ക് ടോട്ടൽ ഇപ്പോൾ ഒരു 50-60 പോയിൻറ്റിൻ്റെ പ്രോഫിറ്റ് ഒന്നുണ്ട്. എൻ്റെ ഒപ്പം ട്രേഡ് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കുക, ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നും പ്രോഫിറ്റിൽ തന്നെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. പക്ഷേ കുറച്ച് ട്രേഡുകളുണ്ട് മാത്രം. പക്ഷെ അതൊക്കെ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമാണ്. ഞാനല്ലാതും ഒറ്റ വാക്കിലേക്ക് ബിസിനസ് അതിൻ്റെ ഒരു ഭാഗമെന്ന് പറയാനല്ല. എന്നെ വിശ്വസിച്ച് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തവർക്ക് ടോട്ടൽ ആ ദിവസം നഷ്ടത്തേക്ക് കൊണ്ടുവരുത് എന്നൊരു ആഗ്രഹമുള്ളൂ. അപ്പോൾ അതൊന്നും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പോയിട്ടുണ്ട്. പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ ഇരിക്കാൻ നോക്കിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. പ്രീവിയസ് വീഡിയോസ് കാണുക. മെയിനായിട്ട് നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് കാണുക. അതിലൊക്കെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത് എന്താ സംഭവിക്കുന്നത്, ഞാൻ തരുന്ന പ്രൈസുകളിൽ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്, സെല്ലേഴ്സ് എന്താണ്, ബയ്യേഴ്സ് എന്താണ്, അടുത്ത മൂവ്മെൻറ്റ് എന്താണ്, ടാർഗറ്റുകൾ എന്താണ്, സ്റ്റോപ്പ് ലോസുകൾ എന്താണ് എന്ന് ഞാൻ സ്റ്റോപ്പ് ലോസും ടാർഗറ്റിനെയും കുറിച്ച് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ റിപ്പീറ്റ് അടിച്ച് കാണുന്നവർക്ക് കാണാം. അത് മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുക. ട്രേഡിങ് ഈസിയാണ്, പക്ഷേ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ലേണിങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ടൊക്കെ വരാൻ പറ്റും. ഞാൻ എന്തായാലും ഒരു അവകാശവാദങ്ങളൊന്നും മുമ്പിലേക്ക് ഞാൻ ആരുടെ മുമ്പിലേക്ക് ഞാൻ വെക്കണില്ലേ. ഞാൻ എല്ലാ ദിവസവും നമുക്ക് 100 പോയിന്റ് മേടിച്ച് തരാം, അല്ലെങ്കിൽ 50 പോയിന്റ് എടുത്ത് തരാം, നിങ്ങളെ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഒന്നും പറയാനില്ലേ. നിങ്ങൾക്ക് ഓൾ ടോട്ടൽ ഒരു മാസത്തിൽ നിങ്ങൾക്ക് പ്രോഫിറ്റിലിരിക്കുക, അത് ഗ്യാരണ്ടി തരാൻ പറഞ്ഞ കാര്യമാണ്. ഒരു മാസത്തിൽ നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കും. നിങ്ങളിപ്പോൾ ഒരു 50,000 കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 50,000 പോവില്ലേ. അത്ര ഉള്ള കൊടുത്ത ഗ്യാരണ്ടി. നമുക്ക് എങ്ങനെ നോക്കിയാലും 50,000-ൻ്റെ മുകളിൽ പ്രോഫിറ്റ് കാണും. മനസ്സിലായില്ലേ? 50,000 എനിക്ക് തരാമെന്നല്ല കേട്ടോ പറഞ്ഞത്, നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ തന്നെ ഇട്ടിട്ട് ചെയ്യാന്നുള്ള കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ട അപ്സ്റ്റോക്കിലാണ്. അപ്സ്റ്റോക്കിലൊക്കെ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർ എനിക്ക് DM ചെയ്ത് ചോദിക്കുക. ഞാൻ അപ്സ്റ്റോക്കിൻ്റെ ലിങ്കൊന്നും ഇതിലിട്ടിട്ടില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര ചിലപ്പോൾ അപ്സ്റ്റോക്കിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരുണ്ടാവും. എങ്ങനെ ട്രേഡ് എടുക്കണ്ടേ, SL എങ്ങനെ വയ്ക്കണ്ടേ, മാർക്കറ്റ് ഓർഡർ എന്താ, ലിമിറ്റ് ഓർഡർ എന്താ, ബൈ എങ്ങനെ ചെയ്യുക, സെൽ എങ്ങനെ ചെയ്യുക, ഇതൊന്നും അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അപ്സ്റ്റോക്കിൽ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾ എനിക്ക് DM ചെയ്ത് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ള കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അപ്പോഴും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. DM ചെയ്തിട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ടൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ അപ്സ്റ്റോക്കിൽ തുടങ്ങുക. ഇത്രയും ട്രസ്റ്റബിളാണ്. മനസ്സിലായില്ലേ? സെബി രജിസ്റ്റേർഡ് ആണ്, സെബിയുടെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ അതിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഒരു റെഫറൽ ലിങ്ക് മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ഇത്ര രൂപ കിട്ടും, അത്ര ഉള്ള കേസ് അതിൻ്റെ ഉള്ളിലത്തെ. പിന്നെ താല്പര്യമുള്ളവരൊക്കെയും എൻ്റെ ഇൻസ്റ്റാഗ്രാം കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. അതിൽ ചെറിയ റീൽസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. ചെറിയ പ്രോഫിറ്റിൻ്റെ റീൽസ് അപ്ലോഡ് ചെയ്യാറുണ്ട്, മോട്ടിവേറ്റിംഗ് റീൽസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കും കാണാം. ഒരു 10 സെക്കൻഡ് കളയാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. പിന്നെ മാക്സിമം എല്ലാ വീഡിയോസും യൂട്യൂബ് വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക തൊട്ടിട്ട്. എല്ലാം നമ്മൾ ലേണിംഗ് ആണല്ലോ, അപ്പോൾ ലൈക്ക് ചെയ്ത് പഠിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. നാളെ നല്ലൊരു ട്രേഡിംഗ് ഡേ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ബൈ.